ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റമീസിന്റെ പശ്ചാത്തലം അന്വേഷിക്കുന്ന സമയത്താണ് പോലീസിന് ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തെ കൂടി വിവരം കിട്ടുന്നത്. അതായത് നിരവധി തല്ലിപ്പിടി കേസുകളിലെല്ലാം പ്രതിയായിട്ടുള്ള ഒരാൾ കൂടിയാണ് റമീസ്. അത് പഠിക്കുന്ന കാലം മുതൽ റമീസിന്റെ പശ്ചാത്തലം അങ്ങനെ തന്നെയാണ്. ആളുകളുമായി വഴക്കിടുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗുണ്ടാ പരിപാടി പോലെ തമ്മിൽ തല്ലുക തുടങ്ങിയ പ്രശ്നങ്ങളിലെല്ലാം തന്നെ നിരന്തരം ഇടപെടുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് അത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾ കൂടി റമീസിന്റെ പേരിലുണ്ട്. മറ്റു തരത്തിലുള്ള കേസുകൾ പലതും കോംപ്രമൈസ് ചെയ്ത് പോയതാണ് എന്ന കാര്യം കൂടി പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റമീസിന്റെ പ്രധാനപ്പെട്ട പശ്ചാത്തലത്തിലുള്ള ഒരു കാര്യം. മാത്രമല്ല, ഈ കേസിൽ വളരെ നിർണായകമായി പോലീസ് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പാണ്. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന ഈ റമീസും റമീസിന്റെ മാതാപിതാക്കളും അല്ലാതെ ചില ആളുകൾ കൂടി ഉണ്ട്. അത് റമീസിൻ്റെ സുഹൃത്തുക്കളാണ്. ഇവരാണ് പെൺകുട്ടിയെ മതം മാറണം എന്ന് പറഞ്ഞ് വീട്ടിൽ പൂട്ടിയിട്ട സമയത്ത് മർദ്ദിച്ചവരുടെ കൂട്ടത്തിലുള്ളത് എന്നുകൂടി പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളെ കൂടി കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ മൊഴിയിൽ നിന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ഇവരെ കൂടി പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ വളരെ കോൺട്രവേഴ്സിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണിത്. അതായത് രാഷ്ട്രീയമായിട്ട് കൂടി ഇടപെടുന്ന രീതിയിലേക്ക് വന്നതുകൊണ്ട് പോലീസ് വളരെ ജാഗരൂകതയോടുകൂടിയാണ് ഈ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും മറ്റൊരു വിവാദത്തിലേക്ക് ഈ കേസ് പോകാതെ തീർത്തും കൃത്യമായ രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്